അലമീൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അവസാനവട്ട വോട്ടുറപ്പിക്കാൻ വേണ്ടി വോട്ടർമാരെ കാണും. വലിയ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിന്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പരാജയത്തിന് ഉത്തരവാദിത്വം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് തനിക്കായിരിക്കും എന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും നമ്മൾ ഇന്നലെ കണ്ടു. ആ ആത്മവിശ്വാസം UDF നേതാക്കൾക്കുണ്ട് എന്ന് തോന്നുന്നു. എന്താണ് ഈ നിശബ്ദ പ്രചരണത്തിൽ നിന്ന് പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ നീക്കം? അലമീൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഗുഡ് മോർണിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ UDF നേതാക്കൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അവരുടെ സിറ്റിംഗ് മണ്ഡലം ഒരു തരത്തിലും കൈവിട്ട് പോകില്ല. അങ്ങനെ കൈവിട്ട് കളിക്കേണ്ട, വോട്ടർമാർ കൈവിടേണ്ട ഒരു രാഷ്ട്രീയ പ്രതികൂല സാഹചര്യവും പാലക്കാടില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അത് പിന്നീട് അതിനിടയ്ക്ക് വന്നു വീണ പല വിവാദങ്ങളും ആരോപണങ്ങളും അതിനെ മറികടക്കുന്നതിന് കൃത്യമായി ഇടപെടലുകൾ തങ്ങൾക്ക് നടത്താനായി എന്നുള്ള ആത്മവിശ്വാസവും ആ ക്യാമ്പിലുണ്ട്. ഇന്നലെ കലാശക്കൊട്ടിൽ ഉൾപ്പെടെ വലിയ പ്രവർത്തക നിരയെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെ അത് ആ കലാശക്കൊട്ട് ആവേശകരമാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അവസാന മണിക്കൂറാണ് പ്രചരണം. ഈ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ 1.5 മാസത്തെ ആവേശപൂർവ്വമായ പ്രചരണം ഇന്നലെ കൊട്ടിയിറങ്ങി. ഇപ്പോൾ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ പര്യടനം ആരംഭിക്കും. ഇന്നത്തെ പര്യടനം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭവന സന്ദർശനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ചില ആളുകളെ നേരിട്ട് കാണുക, അത് രഹസ്യമായ കൂടിക്കാഴ്ചകളല്ല, അത്തരത്തിലുള്ള ആളുകളെ നേരിട്ട് കാണുക. നേരത്തെ വിട്ടുപോയതോ അല്ലെങ്കിൽ കൂടുതൽ തവണ എത്തിപ്പെടാനാകാത്തതോ ആയ ഇടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും എല്ലാ സ്ഥാനാർത്ഥികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ അത്തരത്തിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള ഇടപെടലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ മണ്ഡലത്തിലെ ജില്ലയിലെ പ്രധാന നേതാക്കളും തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള മറ്റു നേതാക്കളുമൊക്കെ പ്രധാനമായ ചില രഹസ്യ കൂടിക്കാഴ്ചകളിലായിരിക്കും. അത് കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ള ആളുകൾ, അവരെ നയിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള വോട്ട് ബെൽറ്റുകളിൽ ചെന്ന് അത്തരം ആളുകളെ നേരിട്ട് കണ്ട് അതോടൊപ്പം ചാഞ്ചാടി നിൽക്കുന്ന മനസ്സുകളുണ്ടാകും. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ടീംസ് ഉണ്ടാകും, അത്തരത്തിലുള്ള വോട്ടർമാരുണ്ടാകും. അവരെയൊക്കെ അവസാന വട്ടം ഒന്നുകൂടി കണ്ട് തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവരെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി ആ വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളാണ് എല്ലാ ക്യാമ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ പലരും ഇന്നലെയോടെ തന്നെ മണ്ഡലം വിട്ടിട്ടുണ്ട്. ജില്ലയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഇന്നിവിടെ തുടരുക. അങ്ങനെ തുടരുമ്പോഴും ജില്ല വിട്ടുപോയ, മണ്ഡലം വിട്ടുപോയ മറ്റു നേതാക്കളും ഈ പല സമുദായ നേതാക്കളുടെയും അതുപോലെ തന്നെ സംഘടനാ പ്രതിനിധികളുടെയും ഒക്കെ ആളുകളുമായുള്ള കൂടിക്കാഴ്ചകൾ, ഫോൺ വിളിച്ചുള്ള വോട്ടുറപ്പിക്കൽ അത്തരത്തിൽ തുടരുകയും ചെയ്യും. ഏതായാലും നാളെ ഈ പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് പോകുമ്പോൾ എങ്ങനെ വിധിയെഴുതുമെന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് 2 ഉത്സവകാലമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഒന്ന് കൽപ്പാത്തി രഥോത്സവമായിരുന്നു, മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പ് ഉത്സവമായിരുന്നു. ഇനി 21-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയോത്സവത്തിന്റെ തേര് ആര് തെളിയിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അത് തങ്ങളായിരിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഓരോ ക്യാമ്പും ആവർത്തിച്ച് പറയുമ്പോഴും വോട്ടർമാർ കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത വിഷയങ്ങളും പ്രചരണവുമായിരുന്നു പാലക്കാട് കണ്ടത്. ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ വെല്ലുന്ന തരത്തിലായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് കടന്നുപോയതെന്ന കാര്യത്തിൽ സംശയമില്ല. UDFനെ സംബന്ധിച്ച് ഉയർന്നു വന്ന പല ആരോപണങ്ങളും, എതിരാളികളെ എഴുതുവിട്ട പല അമ്പും വന്ന് തറച്ചത് UDF ക്യാമ്പിന്റെ നെഞ്ചത്തായിരുന്നു. അതിനെ പ്രതിരോധിക്കാനായി എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അരുൺകുമാർ പോളിംഗ് ബൂത്തിലേക്ക് UDF ആളുകളെ എത്തിക്കാനുള്ള ശ്രമം. അവസാന മണിക്കൂറിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മണ്ഡലം വിട്ടുപോയോ? മണ്ഡലത്തിൽ ഇനിയിപ്പോൾ രാഹുലിന്റെ ഒപ്പമുള്ള പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരും മാത്രമേ ഉള്ളൂ അരുൺകുമാർ. പ്രതിപക്ഷ നേതാവ് ഇല്ല. KPCC അധ്യക്ഷൻ ഇന്നലെ വൈകുന്നേരം തന്നെ പോയി. മറ്റു ഘടകകക്ഷി നേതാക്കളുണ്ടായിരുന്നു, അവരെല്ലാം മടങ്ങി. മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിൽ ഷാഫി പറമ്പിൽ ഇവിടെയുണ്ട്. ഒപ്പം രാഹുലും മറ്റു മണ്ഡലത്തിലെ വോട്ടർമാരായിട്ടുള്ള പ്രവർത്തകരും മാത്രമാണ് UDF ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ മണ്ഡലത്തിൽ അവശേഷിക്കുന്നത്.